തിരഞ്ഞെടുപ്പ് അടുത്താൽ പിന്നെ ചുമരുകളിലെല്ലാം പാർട്ടി ചിഹ്നങ്ങൾ സ്ഥാനം പിടിക്കുന്നത് കൗതുകമുള്ള കാഴ്ചയല്ല. എന്നാൽ ഈ ചിഹ്നങ്ങളെല്ലാം ഇത്ര ഭംഗിയായി എങ്ങനെ വരയ്ക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ ടെക്നിക്ക് അറിയണമെങ്കിൽ കോഴിക്കോട് വലിയങ്ങാടിയിലെ സമീറിൻ്റെ സ്റ്റെൻസിൽ കട വരെ ഒന്ന് പോയാൽ മതി. ഇവിടെ രാഷ്ട്രീയമില്ല. അരിവാൾ ചുറ്റിക നക്ഷത്രവും കൈപ്പത്തിയും താമരയുമെല്ലാം ഒന്നിച്ചുടലെടുക്കുന്നിടം. കോഴിക്കോട് വലിയങ്ങാടിയിലെ ഈ സ്റ്റെൻസിൽ കടയ്ക്ക് കേരള സംസ്ഥാനത്തോളം തന്നെ പഴക്കമുണ്ട്. അന്നു മുതൽ രാഷ്ട്രീയ പാർട്ടികൾ ചിഹ്നങ്ങൾ വരയ്ക്കാൻ സ്റ്റെൻസിലുകൾക്കായി ഓടിയെത്തുന്നത് ഈ കടയിലാണ്. ചുമരുകളിൽ വിരിയുന്ന ഓരോ താമരയും പതിയുന്ന കൈപ്പത്തിയും തറച്ചു നിൽക്കുന്ന അരിവാൾ ചുറ്റിക നക്ഷത്രവുമെല്ലാം സ്റ്റെൻസിലുകൾ വെച്ചാണ് വരയ്ക്കുന്നത്. ചുവരിൽ സ്റ്റെൻസിലുകൾ വെച്ച് പെയിന്റ് സ്പ്രേ ചെയ്യുമ്പോൾ ചിഹ്നങ്ങൾ അങ്ങനെ തെളിഞ്ഞു വരും. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കാലമായാൽ നല്ലളം സ്വദേശി സമീറിന്റെ കടയിൽ ആകെയൊരു ജഗപുകയാണ്. ഇത് പറഞ്ഞാൽ ഒരു 50-60 വർഷത്തിനടുത്ത് ഒരു പൈക്കണം ചെന്ന സ്ഥാപനമാണ്. വീരാങ്കുട്ടി എന്ന് പറഞ്ഞ ആളിരുന്ന സ്ഥാപനം നടത്തല്ലേ. അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകൻ ആദ്യം. ആ സമയത്ത് ഇവിടെ ദേശാഭിമാനിയിൽ ഇ.കെ. നായനാർ, മുൻ മുഖ്യമന്ത്രി ഇ.കെ. നായർ, CH കണാരന്, അങ്ങനെ മുതിർന്ന നേതാക്കന്മാർ ഇവിടെ വന്ന് അദ്ദേഹത്തിനോട് സംസാരിച്ച ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ കേട്ടറിവുള്ളൂ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങളും ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ മറ്റുള്ള പ്രശ്നം ഉണ്ടാവരുത്. ഇവിടെ രാഷ്ട്രീയമല്ല, എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് ഈ രാഷ്ട്രീയം പിന്നെ ഇലക്ഷനൊന്നും ഉഷാറായി കണ്ടാൽ മതി. പറയുന്ന വലുപ്പത്തിൽ ചിഹ്നങ്ങൾ നിർമ്മിച്ചു നൽകും. തകരത്തിൽ കൊത്തിയെടുത്ത സ്റ്റെൻസിലുകൾക്ക് വലുപ്പമനുസരിച്ചാണ് വില. ഡിജിറ്റൽ ലോകം എത്ര തന്നെ വളർന്നുവെന്ന് പറഞ്ഞാലും തിരഞ്ഞെടുപ്പിന് ഒരു ഓളം വേണമെങ്കിൽ ചുമരെഴുത്ത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റെൻസിലുകൾക്ക് ഇപ്പോഴും ആവശ്യക്കാരുമേറെയാണ്. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.